അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിൽ നടക്കും. പ്രത്യേകം സ്ഥലം അനുവദിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തള്ളി. കേന്ദ്ര നടപടിയിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തി അറിയിച്ചു. ആവശ്യം ഉന്നയിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് കോൺഗ്രസ് പുറത്തുവിട്ടു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക സ്ഥലം സംസ്കാര ചടങ്ങുകൾക്കായി അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരാകരിച്ചത്? ഇപ്പോൾ AICC അധ്യക്ഷൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് അത് ഇപ്പം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, പുറത്തുവിട്ടിട്ടുണ്ടല്ലോ കോൺഗ്രസ് നേതൃത്വം. ആ കത്തിനോട് എന്തെങ്കിലും പ്രതികരണം PMOയിൽ നിന്നോ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നോ ഉണ്ടായിരുന്നോ? വിജയകുമാർ, കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മറുപടിയും PMOയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല. PMO ഓഫീസിൽ നിന്നാണ് പൊതുവെ, കാരണം പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തായതുകൊണ്ട് തന്നെ എന്റെ മറുപടിയും അവിടെ നിന്നാണ് ലഭിക്കേണ്ടത്. അങ്ങനെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. മറിച്ച് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത് എന്നുള്ളത് നിഗംബോധ് ഘട്ടിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെയായിരിക്കും നടത്തുക എന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പൂർണ്ണ സൈനിക ബഹുമതികൾ എല്ലാം തന്നെ, ഔദ്യോഗിക ബഹുമതികളെല്ലാം ആദരവോടുകൂടി തന്നെ ആയിരിക്കും ഈ ചടങ്ങുകൾ നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. രാവിലെ 11:45 കൂടിയായിരിക്കും നിഗംബോധ് ഘട്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഈ അന്ത്യകർമ്മങ്ങൾ നടക്കുക. നാളെ 8 മണിയോടുകൂടി ഞാൻ നിൽക്കുന്ന ഈ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും രാവിലെ 8 മണിയോടുകൂടി തന്നെ AICC ആസ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി കൊണ്ടുപോകും. അവിടെ 8:30 ആരംഭിക്കുന്ന പൊതുദർശനം 9:30 പൂർത്തിയായി അവിടെ നിന്നായിരിക്കും ഈ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര നിഗംബോധ് ഘട്ടിലേക്ക് പോവുക. എന്തായാലും നിലവിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ചത് ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യമാണ്. അത് മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കുകയും മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. മറിച്ച് നിഗംബോധിലായിരിക്കും മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് ഇപ്പോഴും ഈ സമയത്തും പല രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. ശരി അച്യുതൻ, എന്തായാലും ഒരു പ്രത്യേക സ്ഥലം സംസ്കാര ചടങ്ങുകൾക്കായി അനുവദിക്കണമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നിഗംബോധ് ഘട്ടിൽ അതിനുള്ള സൗകര്യമുണ്ട് എന്ന് മാത്രമാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരാകരിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്.